പപ്പായ കഴിക്കാത്തവർ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അവരെ കൂടെ കഴിപ്പിച്ചല്ലേ നമ്മൾ അടങ്ങുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡിഷ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയും, നല്ല രസമുണ്ടെന്ന് പറയും. എന്തായാലും കുട്ടികളൊന്നും ചിലവരൊന്നും കഴിക്കില്ല, വലിയൊരു ചിലവരൊന്നും കഴിക്കില്ല. നമ്മളിപ്പോൾ പപ്പായ വീട്ടിലൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മളൊരു കറി വെച്ച് കൊടുത്താൽ കഴിക്കുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നും ഈ പപ്പക്കായ ഉണ്ടെന്ന് ചോദിക്കും. പപ്പായന് കർമൂസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക, അതുപോലെ ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്ത്. അപ്പോൾ പലർക്കൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇഷ്ടമായാലും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇവനാണ് താരം അപ്പോൾ ഉണ്ടാക്കാം കേട്ടോ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പപ്പായ കൊണ്ടാണ് ഇതുണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഡിഷാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാനെന്ന് വെച്ചാൽ സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടു, നല്ല ഹെൽത്തിയാണ്, അതാണ് മെയിനായ കാര്യം. വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് പലതും ചെയ്യുമ്പോൾ പലതും അങ്ങനെ നമ്മൾ കൂടുതൽ ഓയിൽ ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ അതിൽ ഉപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പപ്പായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പപ്പായ ഇങ്ങനെ നമ്മൾ ചീവി വെച്ചിട്ടുണ്ട്, അതായത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 2-3 കപ്പ് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് അരയ്ക്കാൻ സൗകര്യത്തിനാണ് അങ്ങനെ ചീവി എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് നിറയെ തന്നെ ഓട്സ് എടുക്കാം. ഓട്സ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒന്നാണ് ഓട്സ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ്. വളരെ ഈസിയാണ്, അതായത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുള്ളൊരു ഗുണം കൂടി ഇതിനുണ്ട്. അപ്പോൾ ഒത്തിരി പാലിൽ ഒരിത്തിരി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കഴിക്കാം. അപ്പോൾ എവിടെ ജോലിക്ക് പോയാലും തിരിച്ചു വരും, ഇപ്പോൾ എന്തെങ്കിലും തിരക്കായിട്ട് പോകുമ്പോഴായാലും ഓട്സാണ് അധികം ആൾക്കാർ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം ഒഴിക്കുക, എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഉപ്പ് ഇപ്പോൾ ചേർക്കണമെന്നൊന്നുമില്ല, ലാസ്റ്റ് ഇളക്കണ നേരത്ത് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തീരെ നമ്മൾ എണ്ണയൊന്നും അതിൽ ഒഴിക്കുന്നൊന്നുമില്ല, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ട, ഒരു പ്രാവശ്യം ഉപ്പിട്ടാൽ മതി, നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക. അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ കുത്തുമണമൊന്നും വരില്ല. അപ്പോൾ കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും അത് തിക്കായിട്ട് വരുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ പിന്നെ എന്ത് ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇനി നമ്മളിപ്പോൾ ഷുഗർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് എന്നും ഒരുപോലത്തെ ഭക്ഷണം കൊടുക്കാതെ തന്നെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കഴിക്കാനുള്ള ഒരിഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ ബോളാക്കിയിട്ട് പിടിച്ച് ഇത്തിരി എണ്ണ കയ്യിൽ തൂത്ത് കൊടുക്കുന്നത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു എന്താ പറയുക, ഒരു റാപ്പർ വിരിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ അത് ആ ഷേപ്പ് കിട്ടാൻ കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോഴാണ് അതിനൊരു ഭംഗി കിട്ടുക. അപ്പോൾ ചൂട് നന്നായിട്ട് ഒരുവിധം ആറിയതിന് ശേഷമാണ് നമ്മളിത് അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്കണത് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമ്മൾക്ക് ഓരോ ബോൾ എടുത്തിട്ട് നമ്മൾക്ക് പുറത്ത് വെച്ചിട്ട് തണുമാറിയതിന് ശേഷം കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ കഴിക്കാനല്ല, എന്തെങ്കിലും കറിയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ മീൻ കറി ആയാലും ചിക്കൻ കറി, മട്ടൻ കറി, അങ്ങനെ അതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഷെസ്വാൻ സോസ് ഉണ്ടെങ്കിൽ അതൊരു താരാണ് സത്യം പറഞ്ഞാൽ. അത് ഹെൽത്തി അല്ല, എന്നാലും നമ്മൾക്ക് ഇടയ്ക്ക് ഇപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് കൂട്ടി കഴിച്ചാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആയാലും ദോശയായാലും ആ ചട്നി നല്ല ടേസ്റ്റി ആണ്. അപ്പോൾ നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ എളുപ്പമാവും നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതേണ്ട ഇങ്ങനെ നമ്മളെ പപ്പായ ഈ രൂപത്തിലാണ് നമ്മൾ സെർവ് ചെയ്യുക. അങ്ങനെ ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം ഓരോ ബോളെടുത്തിട്ട് കറി കൂട്ടി എല്ലാവരും കഴിക്കുക. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ രീതി. അപ്പോൾ പപ്പായ നമ്മൾ വെറുതെ കളയണ്ട, പപ്പായ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ പപ്പായയ്ക്ക് 100 ഗുണങ്ങളാണ് ഇപ്പോൾ കൂടി വരുന്നത്. അപ്പം നമ്മൾ പലതിലും വായിക്കുന്നുണ്ട്. അപ്പം നമ്മളെ തൊടിയിലുണ്ടാവുന്ന ഒരു കാര്യമാണ്, വെറുതെ വീണു പോവും, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ച് ചിലപ്പോൾ ഉപയോഗിക്കും, അതല്ലെങ്കിൽ അങ്ങനെ അവിടെ കിടക്കുന്നത് പോവും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഒട്ടും തന്നെ കളയില്ല. ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കുറേ ഡിഷ് ഇട്ടിട്ടുണ്ട് പപ്പായയുടെ കേട്ടോ. പപ്പായ എന്താ പപ്പായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫാമിൽ നിറയെ പപ്പായ ഉണ്ട്. റെഡ് ലേഡി തന്നെ ഒരുപാട് പല തരത്തിലുള്ളതുണ്ട്. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ എല്ലാം കൂടെയും കലർന്നിട്ട്, നാടനും റെഡ് ലേഡിയും ഒക്കെ കൂടെ കലർന്നിട്ടുള്ള സംഭവങ്ങളാണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല നല്ല ടേസ്റ്റിയാണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.